ഹായ് ഹലോ. അപ്പോൾ മുട്ട ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സാധനങ്ങളോ മസാലകളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ ഒരു 8 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് അവിടുന്ന് റെഡി ആയിട്ട് തട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാല റെഡി ആക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 6 വറ്റൽമുളക്, നമുക്ക് എരിവ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 6 7 ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 പീസ് നമ്മൾ കറുവാപ്പട്ട ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരക കേട്ടോ, പെരുംജീരകയില്ലേ, അതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് കൂടുതലും നമുക്ക് വെള്ളം കാച്ചുന്ന നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. നമ്മൾ വലിയ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകം 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിക്ക് പകരം 1 ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമ്മളെ കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഒന്നിങ്ങനെ പൊട്ടി കിട്ടുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ. ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ടിയില്ല. ചെറുതായിട്ടൊന്ന് അതൊന്ന് ക്രിസ്പിയായി, കറിവേപ്പിലയൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ പൊടികളൊക്കെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാട്ടോ ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൊടി പോലെ ആക്കേണ്ട. ഈ ഒരു പാകത്തിന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതിയേ. അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ മുട്ടയുടെ തോലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് 2 പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് മൊരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന സമയത്ത് നമ്മളിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ടിയില്ല. മുട്ട പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കുന്ന സാധനമാണല്ലോ. അപ്പം പെട്ടെന്ന് അതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളറൊന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. സമയം ആ ഒരു സൈഡും കൂടി ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങായി കിട്ടും. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ഒരു വലിയൊരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റിയെടുത്തിട്ട് ഈ സവാളയുടെ കളറൊന്ന് മാറി കിട്ടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. കളറൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായാൽ മതി. ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുട്ടയും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്ന് നമ്മൾ ഈ എണ്ണ തെളിഞ്ഞ് വരണം. നമ്മളിപ്പം ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ വേണം കേട്ടോ നമ്മളിതൊന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം ആവില്ല, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മുട്ടയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കിയിട്ടെടുക്കണേ. അപ്പോൾ അടച്ച് വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കാകെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മളിപ്പം കുറച്ച് സമയം വെക്കുന്നപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ എണ്ണയൊക്കെ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി ഇങ്ങനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമേ ഇല്ല. പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ.
ഒരു 10-20 സെക്കൻഡ് മാത്രം മതിയാവും ഇനി നമ്മളിത് അടച്ചു വെക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ മസാല ടേസ്റ്റൊക്കെ നമ്മൾ മുട്ടയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം മല്ലിയിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ മുട്ടയൊക്കെ ഒന്നുകൂടി ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് മാത്രം മതിയാവും ലോ ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലയിൽ നമ്മൾ ഇങ്ങനൊരു മുട്ട ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ, പിന്നെ നമ്മൾ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുള്ളൂ. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനാണെങ്കിലും അടിപൊളി സാധനം കേട്ടോ. ഒരു തവണ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മിന്നി കഴിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.